ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഫോർ ലൂപ്പിനെ പറ്റിയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിലും ഫോർ ലൂപ്പിനെ പറ്റി തന്നെയാണ്. ഫോർ ലൂപ്പിനെ പറ്റി ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമും കൂടെ ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ കൂടെ ഫോർ ലൂപ്പ് ഉപയോഗിക്കുമ്പോഴുള്ള കുറച്ച് സ്പെഷ്യൽ കേസസിനെ പറ്റിയും കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വൈൽ ലൂപ്പ് പഠിച്ച സമയത്ത് ഒരുപാട് പ്രോഗ്രാംസ് എഴുതിയായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കണ്ട ഒരു പ്രോഗ്രാമാണ് ഈ ഡിജിറ്റ്സ്, ഒരു ഇൻറ്റീജർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം. ഈ പ്രോഗ്രാം നമ്മൾ വൈൽ ലൂപ്പ് ഉപയോഗിച്ചാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുമോ? നിങ്ങൾ തന്നെ നോക്കുക. ഫോർ ലൂപ്പ് ആണെങ്കിൽ നമുക്കൊരു ഇവിടെ ഒരു ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വരേണ്ടി വരും, ഇങ്ങനെ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് വരേണ്ടി വരും, പിന്നെ ഒരു ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരേണ്ടി വരും. പക്ഷേ ഈ ഫോർ ലൂപ്പ് ഈ ഒരു വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം, ഇത് നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുമോ? നോക്കുകയാണെങ്കിൽ സാധിക്കില്ല എന്ന് പറയേണ്ടി വരും. സാധിക്കും, അത് പക്ഷേ അങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടത്തില്ല, ഒരുമാതിരി കഞ്ഞി വെച്ച രൂപത്തിലൊക്കെ ഇരിക്കും. അതുകൊണ്ട് സാധാരണ രീതിയിൽ ഈ ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒന്നും ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഒരു വാല്യൂ ഒന്ന് മീൻസ് ഐ എന്ന് പറയുന്ന ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, അതിനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യുക, അങ്ങനെ ഒരു സംഭവമൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. ഇവിടെ നം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ 0 ആണോ അല്ലയോ എന്നൊരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഈ നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അതല്ലാതെ ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഒന്നും ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ അത്രത്തോളം കൺവീനിയൻ്റ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കലും പോസിബിൾ അല്ല എന്ന് പറയുന്നില്ല. ചില പരിപാടികളിലൂടെ ഇത് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യാനൊക്കും, നമുക്ക് ഔട്ട്പുട്ടൊക്കെ എടുക്കാനൊക്കും. പക്ഷേ ആ രൂപത്തിലൊക്കെ നമ്മൾ എക്സാമിന് ആൻസർ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടത്തില്ല. ഇങ്ങനൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വൈൽ ലൂപ്പ് ഉപയോഗിച്ച് മാത്രമേ എഴുതാൻ പാടുള്ളൂ. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ വൈൽ ലൂപ്പ് ഉപയോഗിച്ച് മാത്രമേ ഇങ്ങനൊരു പ്രോഗ്രാം എഴുതാൻ പറ്റുള്ളൂ. ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എഴുതാൻ സാധിക്കത്തില്ല. കാരണം ഇവിടെ ഈ ഐ ഇൻക്രിമെൻറ്റ് ചെയ്യുക, ഐ ഇനിഷ്യലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഐ ഇൻക്രിമെൻറ്റ് ചെയ്യുക, ഐ ഡിക്രിമെൻറ്റ് ചെയ്യുക, അങ്ങനത്തെ സംഭവമൊന്നും ഇവിടെ വരുന്നില്ല. അപ്പോൾ ഇവിടെ വേറെ കുറേ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപയോഗിച്ച് നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 0 ആക്കി ആണ് ഇതിലെ കണ്ടീഷനൊക്കെ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ആംസ്ട്രോങ് നമ്പറിൻ്റെ പ്രോഗ്രാം, അതും നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കത്തില്ല. ഇതും വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ കൺവീനിയൻറ്റ്. അതുപോലെ തന്നെ നമ്പറിന് റിവേഴ്സ് ചെയ്യുന്ന, ഇങ്ങനെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിന് റിവേഴ്സ് ചെയ്ത് ഔട്ട്പുട്ട് കാണിക്കുന്ന ആ ഒരു പ്രോഗ്രാം, ഇതും ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നത് അത്ര കൺവീനിയൻ്റ് അല്ല. അപ്പോൾ ഇങ്ങനത്തെ പ്രോഗ്രാമൊക്കെ കാണുകയാണെങ്കിൽ ഈ ++i അങ്ങനത്തെ ഇൻക്രിമെൻറ്റ് ചെയ്ത് വരുന്ന അങ്ങനത്തെ ലൂപ്പ് കൺട്രോൾ വേരിയബിളൊക്കെ ഉപയോഗിച്ചുള്ള പ്രോഗ്രാം അല്ല നമ്മൾ എഴുതുന്നതെങ്കിൽ അത് വൈൽ ലൂപ്പ് ഉപയോഗിച്ച് വേണം നമ്മൾ സാധാരണ എഴുതേണ്ടതായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഇതിലങ്ങനെയൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഈ ഒരു പ്രോഗ്രാം നമുക്ക് എഴുതാൻ സാധിക്കത്തില്ല. എന്നാൽ അതേസമയം നമ്മൾ വൈൽ ലൂപ്പ് ഉപയോഗിച്ചപ്പം പഠിച്ചു തുടങ്ങിയ സമയത്ത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം എന്ന നിലയ്ക്ക് നമ്മൾ ഈ ഒരു പ്രോഗ്രാം നമ്മൾ എഴുതിയായിരുന്നു. അതായത് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം. അതായത് ഇപ്പോൾ 5 എന്ന നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം 1 + 2 + 3 + 4 + 5 15. അങ്ങനെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം ഇത് നമ്മൾ വൈൽ ലൂപ്പ് ഉപയോഗിച്ചാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യാനാണ് കുറച്ചും കൂടെ കൺവീനിയൻ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്, ഐ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്, അതിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ അത് ലൂപ്പ് ബോഡിക്കകത്ത്, വൈൽ ലൂപ്പ് ബോഡിക്കകത്താണ് അത് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ടൈം വരുന്നത് കൊണ്ട് നമുക്കിത് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എഴുതുന്നതാണ് കുറച്ചും കൂടെ കൺവീനിയൻ്റ് എന്ന് പറയാം. ഇത് വൈൽ ലൂപ്പ് ഉപയോഗിച്ച് എഴുതാനൊക്കും, വൈൽ ലൂപ്പ് ഉപയോഗിച്ച് എഴുതിയാലും എക്സാമിന് മാർക്ക് കിട്ടും. എന്നാലും ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഇങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എഴുതുന്നതാണ് കുറച്ചും കൂടെ കൺവീനിയൻ്റ് എന്ന് പറയാം. അപ്പോൾ ഈ പ്രോഗ്രാമിനെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഫോർ ലൂപ്പിൻ്റെ അകത്ത് വരുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 3 സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് വരും, രണ്ടാമത്തെ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരും, ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരും. അത്രയും മാത്രമേ ഉള്ളൂ. ലൂപ്പ് ബോഡിക്കകത്ത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ ഫോർ ലൂപ്പ് ആണെങ്കിൽ. ഇവിടെ ഈ കാണിച്ചിട്ടുള്ള പോലെ ഇവിടെ ഈ ഫോർ ലൂപ്പ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഫോർ ലൂപ്പിൻ്റെ അകത്ത് വരുന്നുള്ളൂ. അതുകൊണ്ട് കേർലി ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നില്ല. ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് i = 1 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ i <= n കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ++i എന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്, എന്നിട്ട് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ തന്നെയായിരിക്കും. കാരണം i എന്ന വാല്യൂ ഇവിടെ 1 കൊടുക്കുന്നുള്ളൂ. സപ്പോസ് നമ്മളിവിടെ ഇപ്പോൾ 5 ആണ് കൊടുത്തതെന്ന് കരുതുക. അപ്പോൾ എന്താണെന്നാലും ഇതിൻ്റെ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ പിന്നെയും ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് എപ്പോഴാണോ ഫാൾസ് ആവുന്നത് അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ ഈ ലൂപ്പ് ബോഡിയിൽ നിന്ന് പുറത്ത് വന്ന് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതായത് സം എന്ന് പറയുന്ന വേരിയബിളിലുള്ള വാല്യൂ എന്താണോ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇതാണ് ഫോർ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. സപ്പോസ് നമ്മളിവിടെ
ഐയുടെ വാല്യൂ 0 ആണ് കൊടുത്തതെന്ന് പറയുക. സോറി, ഐയുടെ വാല്യൂ അല്ല, ഇവിടെ എൻ്റർ ദി വാല്യൂ ഓഫ് എൻ എന്ന് പറയുമ്പോൾ 0 ആണ് കൊടുത്തതെന്ന് പറയുക. അതായത് 0 ടൈപ്പ് ചെയ്താൽ 0 ടൈപ്പ് ചെയ്തെങ്കിൽ നമുക്ക് കിട്ടേണ്ട സമ്മെന്ന് പറഞ്ഞുകൊണ്ട് 0 തന്നെയാണ് കാണിക്കേണ്ടത്. കാരണം നമ്പർ ഒന്നുമില്ല, 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സമ്മെന്ന് പറഞ്ഞ് 0 ആണ് കാണിക്കേണ്ടത്. സപ്പോസ് ഇപ്പം 0 എന്ന വാല്യൂ ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 1 ആക്കുന്നു. ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ്. നമ്മളിവിടെ ഇൻപുട്ട് ചെയ്ത് കൊടുത്ത എൻ എന്ന് പറഞ്ഞാൽ 0 ആണ് ഇൻപുട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് ഇവിടെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവും. കാരണം ഐയുടെ വാല്യൂ 1 ആണ്, എന്നിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് ചോദിച്ചാൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് അപ്പം തന്നെ ഫാൾസ് ആവുന്നു. ഫാൾസ് ആവുകയാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു, പുറത്തിറങ്ങുന്നു. എന്നിട്ട് സം എന്ന വേരിയബിളിൻ്റെ വാല്യൂ എത്രയാണെന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഇവിടെ സം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ അപ്പോൾ എത്രയാണ്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതേ ഇല്ല, പക്ഷേ സമ്മിൻ്റെ വാല്യൂ എത്രയാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. സമ്മിൻ്റെ വാല്യൂ എത്രയാണ്, നമ്മളിവിടെ 0 എന്ന് പറഞ്ഞ് ഇൻസ്ലൈസ് ചെയ്യുന്നു, ആ വാല്യൂ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഇവിടെ ഇപ്പം ഇവിടെ ഇൻസ്ലൈസ് ചെയ്തില്ല എങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന എന്തെങ്കിലും ഒരു റാൻഡം നമ്പർ ആയിപ്പോയേനെ, എന്തെങ്കിലും -164 എന്നോ അല്ലെങ്കിൽ 584 എന്നോ എന്തെങ്കിലും റാൻഡം നമ്പർ ആയിപ്പോയേനെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റാൻഡം നമ്പർ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ആദ്യമേ ഒന്ന് ഇൻസ്ലൈസ് ചെയ്യുന്നത്. കാരണം ഈ സം എന്ന് പറയുന്ന വേരിയബിൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഏറ്റവും ആദ്യം യൂസ് ചെയ്യുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് ഈക്വൽ ടു സിമ്പിളിൻ്റെ റൈറ്റ് സൈഡിൽ ആ വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മളിവിടെ ഇൻസ്ലൈസ് ചെയ്യണം, എന്നാൽ മാത്രമേ കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ പോലും കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് ഇവിടെ കിട്ടും. സം ഈക്വൽ ടു 0 എന്ന് പറയും. അതേസമയം 1 ആണ് വരുന്നത് കരുതുക, നമ്മളിവിടെ 1 എന്ന വാല്യൂ ആണ് എൻ്റർ ചെയ്ത് കൊടുത്തതെന്ന് കരുതുക. അങ്ങനെയാണ് ഇത് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 1 ആയിട്ട് ഇൻസ്ലൈസ് ചെയ്യുന്നു, ഈ കണ്ടീഷൻ ഇവിടെ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ 1 ആണ്. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 1 ആണ്, എന്നിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഈക്വൽ ടു എൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ തന്നെയായിരിക്കും. ട്രൂ ആയിരിക്കും. ഇപ്പം ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പം സം എന്ന വാല്യൂ അപ്പോൾ 0 ആണ്, ഇനിഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. 0യുടെ ഐയുടെ വാല്യൂ 1 കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും സം 1 എന്ന് പറയുന്നു. എന്നിട്ട് ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 1 എന്നുള്ളത് 2 ആവുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ആണ്, ഐയുടെ വാല്യൂ 2 ആവുന്നു. അപ്പം തന്നെ അത് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നു. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പുറത്തിറങ്ങി ആ സം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും ആ സമയത്ത്. അത് ഡിസ്പ്ലേ ചെയ്ത് 1 അപ് ടു 1 എൻ്റർ ദി വാല്യൂ ഓഫ് 1 എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ 1 ആണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തതെങ്കിൽ സമ്മിൻ്റെ വാല്യൂ 1 എന്നായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പം കറക്റ്റായിട്ടുള്ള ആൻസർ തന്നെയാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയാണ് ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ വൈൽ ലൂപ്പ് ഉപയോഗിച്ച് എഴുതാൻ പറ്റും, എങ്കിലും ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എഴുതുന്നതാണ് കുറച്ചും കൂടെ കൺവീനിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് കുറച്ച് സ്പെഷ്യൽ കേസസ് നോക്കാം. സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞാൽ ഫോർ ലൂപ്പ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നതിനെ പറ്റിയുള്ള ചില സ്പെഷ്യൽ കേസസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, നമ്മൾ ഫോർ ലൂപ്പ് എഴുതാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു രീതിയാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ ലൂപ്പിൻ്റെ അകത്ത് ബ്രാക്കറ്റിൻ്റെ അകത്ത് 3 കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്യണം. ഈ 3 കണ്ടീഷൻസും സെപ്പറേറ്റ് ചെയ്യുന്ന ഈ സെമി കോളൻ ഉപയോഗിച്ചാണ്. 3 കണ്ടീഷൻസും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് സെമി കോളൻ ഇടാൻ പാടില്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ. ഇനി നിങ്ങൾ നോക്കുക, നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു ഇൻസ്ലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് 2 സ്റ്റേറ്റ്മെൻറ്റ് ഇൻസ്ലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാം. അതിൽ പറഞ്ഞിട്ടുള്ള തിയററ്റിക്കലി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നോക്കുക, i = 1, j = 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 2 ഇൻസ്ലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് രണ്ടും ഈ മൊത്തത്തിൽ ഇൻസ്ലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഈ സെമി കോളൻ ഇവിടെ മാത്രമേ വരുന്നുള്ളൂ. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ കോമ ഉപയോഗിച്ചാണ്. അതായത് i = 1 j = 1 ഇത് 2 വേരിയബിൾസിനെ നമ്മൾ ഇൻസ്ലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ നമുക്ക് ഇൻസ്ലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും. കോമ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൊടുക്കാനൊക്കെ. അതുപോലെ തന്നെ ഈ ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയപ്പെടുന്ന അവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നോക്കാം, ഇവിടെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. j = j+2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ജെയുടെ വാല്യൂ 2 യൂണിറ്റ് വെച്ച് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇവിടെ നോക്കുക, 2 ഇൻക്രിമെൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് 2 ഇൻക്രിമെൻ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. 2നെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കോമ ഉപയോഗിച്ചാണ്. അങ്ങനെ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെയും പോസിബിൾ ആണ്. അതേസമയം നടുക്ക് വരുന്ന ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് 2 സ്റ്റേറ്റ്മെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേണമെങ്കിൽ ലോജിക്കൽ ആൻഡ് അല്ലെങ്കിൽ ലോജിക്കൽ ഓർ ഒക്കെ ഉപയോഗിച്ച് 2 സ്റ്റേറ്റ്മെൻറ്റ്സിനെ കമ്പൈൻ ചെയ്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാനാകും. ഇവിടെ ഇപ്പോൾ നോക്കാം, ഇവിടെ i <= n എന്നിട്ട് ലോജിക്കൽ ആൻഡ് സം <100 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഈ കണ്ടീഷൻ ഔട്ട്പുട്ടും ട്രൂ ആവണം, ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ടും ട്രൂ ആണ്. 2 കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയാൽ മാത്രമേ ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആവുകയുള്ളൂ. അപ്പോൾ ഇത് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് 2 കണ്ടീഷനൊക്കെ ഒരുമിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ലോജിക്കൽ ആൻഡ് അല്ലെങ്കിൽ ലോജിക്കൽ ഓർ എന്നീ ഓപ്പറേറ്റേഴ്സൊക്കെ ഉപയോഗിച്ച് ഇതിനെ ജോയിൻ ചെയ്ത് വേണം
നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഫോർ ലൂപ്പിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതും ഒരു ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയാം. എക്സിൻ്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഇതായി കാണിച്ചിരിക്കുന്നത് m+n/2 എന്നുള്ളത്. എമ്മിൻ്റെ എന്നിൻ്റെ വേരിയബിളിൻ്റെ വാല്യൂ സം ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ കിട്ടുന്ന ആൻസർ എക്സിലോട്ട് അസൈൻ ചെയ്യുന്നു. അപ്പോൾ ഇതും ഒരു ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇതും ഒരു ഡിക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. x = x/2 അതൊരു ഇക്വേഷൻ ആണ് എങ്കിലും അത് ഒരു ഡിക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ഡിക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാൻ കാര്യം എക്സിൻ്റെ വാല്യൂ ഓരോ തവണയും ഹാഫായിട്ട് മാറുകയാണ്. ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ എക്സിൻ്റെ വാല്യൂ 100 ആണെങ്കിൽ ഇത് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും എക്സിൻ്റെ വാല്യൂ 50 ആവും. പിന്നെ ഒരു തവണയും കൂടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ 25 ആവും. പിന്നെ ഒരു തവണയും കൂടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ 12 ആവും. പിന്നെ 6 ആവും, 3 ആവും. അപ്പോൾ അങ്ങനെ ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്ത് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇക്വേഷൻസും നമുക്ക് ഈ ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫോർ ലൂപ്പിൻ്റെ അകത്ത് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പം സപ്പോസ് ഇപ്പോൾ ഇൻഫ്ലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല എങ്കിൽ നമുക്കത് ഇഗ്നോർ ചെയ്യാനും പറ്റും. ഇവിടെ ഇപ്പോൾ നോക്കുക, ഇവിടെ ഇൻഫ്ലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വരണമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല എങ്കിൽ ജസ്റ്റ് ബ്ലാങ്ക് ഇടാം, ജസ്റ്റ് സെമിക്കോളൻ ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ബ്ലാങ്ക് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇൻഫ്ലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനൊക്കും. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. പക്ഷേ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഒഴിവാക്കി. മേ ബി അത് വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് നമ്മൾ ഇൻഫ്ലേസ് ചെയ്ത് കാണും. അങ്ങനെയാണെങ്കിൽ ഇവിടെ അത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സെമിക്കോളൻ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന അതിനെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ബ്ലാങ്ക് ആണ്, ഇവിടെ സെമിക്കോളൻ ഇട്ടിട്ട് ഇവിടെ ബ്ലാങ്ക് ആണ് കിടക്കുന്നത്. അപ്പോൾ അതായത് ഇവിടെ ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഒഴിവാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അത് മേ ബി ലൂപ്പ് ബോഡിക്കകത്ത് വേണമെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മെൻഷൻ ചെയ്ത് കാണും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെയും കൂടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിനെ ഇഗ്നോർ ചെയ്യാം. ഈ സെമിക്കോളൻ കറക്റ്റായിട്ട് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഫോർ ലൂപ്പ് എഴുതാം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ അവസാനം പറഞ്ഞ ഈ രണ്ടെണ്ണം ഈ രീതിയിൽ നമ്മൾ സാധാരണ എക്സാമിന് പ്രോഗ്രാം എഴുതി വയ്ക്കാറില്ല. കാരണം ടീച്ചർ വാല്യൂ ചെയ്യുന്ന സമയത്ത് വിചാരിക്കും ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് അറിയത്തില്ല, അവൻ തെറ്റാണ് എഴുതിയിരിക്കുന്നത് എന്ന വിചാരത്തിൽ ചിലപ്പം ടീച്ചർ വെട്ടിക്കളഞ്ഞു എന്നൊക്കെ വരാം. അതുകൊണ്ട് ഇങ്ങനെ എന്ന രീതിയിൽ നിങ്ങൾ എക്സാമിന് പ്രോഗ്രാം എഴുതി വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ സിമ്പിൾ ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് വരണം എന്നാണ് റൂൾ. ഇതുപോലെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് വരണം എന്നാണ് റൂൾ. ടീച്ചേഴ്സിന് ചിലപ്പോൾ അതൊക്കെ അറിയാത്തുള്ളൂ. നിങ്ങൾ 2 സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ സെമിക്കോളൻ ഒക്കെ ഇട്ട് 2 സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെച്ചാലും പ്രോഗ്രാമൊക്കെ റൺ ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേ ടീച്ചർ അതൊന്നും ശ്രദ്ധിക്കത്തില്ല. ടീച്ചർ കാണുമ്പോൾ അതിൻ്റെ അകത്ത് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ല, അപ്പം തെറ്റാണ്, അവന് ഫോർ ലൂപ്പ് അറിയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ വിട്ടെന്നൊക്കെ വരും. അപ്പോൾ ഇങ്ങനത്തെ ഈ അവസാനം പറഞ്ഞ ഈ 2 സംഭവം ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ പ്രോഗ്രാം എഴുതുന്നത് അവോയ്ഡ് ചെയ്യുക എക്സാമിന്. പക്ഷേ നിങ്ങളല്ലാതെ പ്രൊഫഷണലായിട്ട് പ്രോഗ്രാമൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതാനായിട്ട് സാധിക്കും. എററൊന്നും ഇല്ലാതെ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പോയിൻറ്റ്സ്, ഇതൊക്കെ സ്പെഷ്യൽ കേസുകളാണ്. ഇങ്ങനത്തെ കുറച്ച് പോയിൻറ്റ്സും കൂടെ ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി ഫോർ ലൂപ്പിനെ പറ്റി ഒരു സാമ്പിൾ പ്രോഗ്രാം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.